ഹലോ. അപ്പോൾ ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് എനിക്ക് ചെറിയൊരു സ്പെഷ്യൽ ഡേ ആണേ. ഇന്ന് എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സാവും. അപ്പോൾ ഞാൻ ഓർത്തു കേക്കൊന്നും വേണ്ട, ഒരു ചെറിയ ഡെസേർട്ട് ചെയ്താലോ, ഹെൽത്തി ആയിട്ട്. അപ്പോൾ എനിക്കിതേ രാവിലെ നല്ല ഫ്രഷ് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അവൻ ഇഷ്ടപ്പെട്ട ഒരു ഹെൽത്തി ഡെസേർട്ട് റെഡിയാണ്. അപ്പോൾ ചെയ്യാം. ഓക്കേ, കമോ. അപ്പോൾ ഈ ഹെൽത്തി ഡെസേർട്ട് അടിക്കുന്ന എൻ്റെ കുട്ടാപ്പിയുടെ സന്തോഷം കണ്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഇതേപോലെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ട് ഈ 2 ഹെൽത്തി ഡെസേർട്ട് മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ ആദ്യം ഇതിനായിട്ട് നമുക്ക് സ്ട്രോബെറി സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 കപ്പ് സ്ട്രോബെറി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പനങ്കൽക്കണ്ടം പൊടിച്ചാണേ. ഞാൻ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പനങ്കൽക്കണ്ടമാണ് ആഡ് ചെയ്ത് കൊടുക്കാറ്. നമ്മുടെ റിഫൈൻഡ് ഷുഗർ യൂസ് ചെയ്യത്തില്ല. ഇപ്പോൾ ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഈ സ്ട്രോബെറി ഒന്ന് കാരമലൈസ് ആവാൻ തുടങ്ങി. ഇനി ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കണം. അതുവരെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ക്രീം റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 2 ടീസ്പൂൺ പനങ്കൽക്കണ്ടം പൊടിച്ചതും, പിന്നെ ഒരു 1.5 ടീസ്പൂണ് അടുപ്പിച്ച് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബീറ്റർ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഞാനിവിടെ ഐസ്ക്രീം പുറത്തുനിന്ന് വാങ്ങാത്തതുകൊണ്ട് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ പാർലേജി ബിസ്ക്കറ്റ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 10 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ബിസ്ക്കറ്റ് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കണ്ട കേട്ടോ, കുറച്ചൊരു തരി വരുന്ന പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ചെയ്യുന്ന കുറച്ചുകൂടെ നല്ലത്. ഇനി ഫൈനലായിട്ട് നമ്മൾ ഡെസേർട്ട് ലെയർ ചെയ്തെടുക്കുകയാണ്. ആദ്യം നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയറാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 2-3 സ്പൂണ് ബിസ്ക്കറ്റ് പൗഡർ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഇനി അടുത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ സ്ട്രോബെറി സോസിൻ്റെ ഒരു ലെയർ നമുക്ക് ചെയ്ത് കൊടുക്കണം. ഈ സ്ട്രോബെറി സോസ് ഇരിക്കും തോറും കുറച്ച് ഒരു തിക്കായിട്ട് വരും കേട്ടോ. ഇവിടെ നമ്മുടെ സോസ് ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് തിക്കായിട്ടിരുന്നാലേ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് എളുപ്പമാവത്തുള്ളൂ. ഇനി അടുത്ത ലെയർ വീണ്ടും ഞാൻ ബിസ്ക്കറ്റ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് സ്ട്രോബെറി സോസ് നമുക്ക് ഈ ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ബിസ്ക്കറ്റ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് അതൊരു തിക്ക് ലെയറായിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ യൂഷ്വലി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വീട്ടിൽ വെക്കുമ്പോൾ നോർമലായിട്ട് എപ്പോഴും ഐസ്ക്രീം ഒക്കെ ആയിരിക്കും ഡെസേർട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡെസേർട്ട് ട്രൈ ചെയ്യുന്നതാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാനും പറ്റും. ഇനി ഫൈനലായിട്ട് ഞാൻ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗ്ലാസ് നമ്മുടെ ക്രീം കൊണ്ട് ഫില്ല് ചെയ്യുവാണ്. ഇനി ടോപ്പിലായിട്ട് ഞാനൊരു ഫ്രഷ് സ്ട്രോബെറി ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡെസേർട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടില്ലേ? ഇനി നമുക്ക് അടുത്ത വെറൈറ്റി ഡെസേർട്ട് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്ട്രോബെറി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഈ ഒരു സ്ട്രോബെറീസ് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലെക്സ് ആണേ. അത് കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതങ്ങ് പൊടിച്ചൊന്നും എടുക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
എന്നിട്ട് കുറച്ച് കോൺഫ്ലെക്സോട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ടോപ്പിലായിട്ട് കുറച്ച് ക്രീം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്ട്രോബെറിയുടെ ഒരു ലീഫ് കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പം നല്ലൊരു ലുക്കായിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ പ്രസൻറ്റ് ചെയ്ത് വെക്കാനായിട്ട് 2 അടിപൊളി ടൈപ്പ് ഡെസേർട്ടാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു 2 ഡെസേർട്ട് മസ്റ്റായിട്ട് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിത് കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര ബഹളമാണ് അവന് കൊടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ അവന് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഫേവറേറ്റ് റെസിപ്പീസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലോ കേട്ടോ.